ഇപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട് അതുവഴി. അപ്പോൾ നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ് എങ്ങനെ നോക്കാം. കണ്ടില്ല, ഒരു വണ്ടി പോകുന്ന സമയത്ത് പോയ സമയത്താണ് ഇത്രയും ബ്രൈറ്റ്നസ്സിൽ വരുന്നത്. ഇത്രയും ബ്രൈറ്റ്നസ്സിൽ വന്നത് ഒരു വണ്ടി ഇതുവഴി പോയപ്പോഴാണ്. ഇത് വീണ്ടും ബ്രൈറ്റ്നസ് ഡൗൺ ആവും. മൂവിംഗ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഇത് ഡൗൺ ആവും. അതായത് 50% ബ്രൈറ്റ്നസ്സിൽ നിൽക്കും. പിന്നെ വീണ്ടും എന്തെങ്കിലും മൂവിംഗ് ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഇതുപോലെ ഫുൾ ബ്രൈറ്റ്നസ്സിൽ. ഇപ്പോൾ ബ്രൈറ്റ്നസ് കുറഞ്ഞു. ഇപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈറ്റ്നസ് കാണിക്കുന്നത്. ഇത്രയും നല്ല അത്യാവശ്യം നല്ല വെട്ടമൊക്കെ ഉണ്ട്. കണ്ടില്ലേ? ഇപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വീണ്ടും ഇതിൻ്റെ ബ്രൈറ്റ്നസ് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഫുൾ ബ്രൈറ്റ്നസ് ആണ്. ഇത്രയും നല്ല ബ്രൈറ്റ്നസ് ഇതിൽ കിട്ടുന്നുണ്ട്. എന്തെങ്കിലും മൂവിങ് ഉണ്ടാകുന്ന സമയത്ത് നല്ല ബ്രൈറ്റ്നസ്സും, ഇല്ലെങ്കിൽ ഇതിൽ 50% ബ്രൈറ്റ്നസ്സാണ് ഇതിൽ നിൽക്കുന്നത്. ഫ്രണ്ട്സ്, ഇതാണിപ്പോൾ നമ്മൾ കണ്ട ആ ലൈറ്റ്. അതായത് ഹോം ഷോപ്പ് എന്ന കമ്പനിയുടെ സോളാർ ടോപ്പ് ലൈറ്റാണ്. ഇത് 400 വാട്ടാണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് സോളാർ വരുന്ന ടൈമിൽ ഇത് ചാർജ് സ്റ്റാർട്ടാവുകയും അതുപോലെ തന്നെ സോളാർ പോകുന്ന ടൈമിന് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കത്തുകയും ചെയ്യും. ഇത് നമുക്ക് ഒരു റിമോട്ട് കൂടി ഇതിൽ വരുന്നുണ്ട്. ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് നമുക്ക് റിമോട്ട് തന്നെ നമുക്ക് എല്ലാം സെറ്റിങ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് ഫുൾ ബ്രൈറ്റ്നസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏകദേശം 3.5 മണിക്കൂർ 4 മണിക്കൂർ അടുപ്പിച്ച് ഇത് ബാക്കപ്പ് കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ ബാക്കപ്പ് കുറവായിരിക്കും. അതുകൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതാകുമ്പോൾ എന്തെങ്കിലും മൂവിങ് ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഫുൾ ബ്രൈറ്റ്നസ്സിൽ ലൈറ്റ് കത്തുകയുള്ളൂ. അല്ലാത്ത സമയത്ത് അതിൻ്റെ പകുതി വെളിച്ചത്തിൽ തന്നെ ഫുൾ നൈറ്റ് അതുപോലെ തന്നെ നിൽക്കുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബാറ്ററിയും ബാക്കപ്പ് കിട്ടും, നല്ല ലൈഫും കിട്ടും ബാറ്ററിക്ക്. പിന്നെ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത്, ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച സമയത്ത് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 4000 രൂപ അടുപ്പിച്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ വിലയ്ക്ക് അങ്ങോട്ട് വ്യത്യാസം വരും. അതുപോലെ തന്നെ ഒരു വാട്ടേജ് അനുസരിച്ചിട്ട് വിലയ്ക്കും വ്യത്യാസം വരും. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചത് 400 വാട്ടിൻ്റെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാനിത് ഇങ്ങോട്ട് തിരിച്ച് വച്ചിട്ട് ഇത് ഇപ്പോൾ പാനൽ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് ടെറസിൻ്റെ ആ പൊസിഷനിൽ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് പാനൽ വൃത്തിയാക്കാം. പിന്നെ ഇതെന്ന് പറയുന്നത് ഫുൾ ചാർജ് ആവുന്ന സമയത്ത് ഈ ഫുൾ പച്ച ലൈറ്റ് 4 പച്ച ലൈറ്റ് കാണിക്കുന്നുണ്ട്. ഈ പച്ച ലൈറ്റ് ഫുള്ളായിട്ട് കാണിക്കും. അല്ലാത്ത പക്ഷം ചാർജ് കുറയുന്നതിനനുസരിച്ച് ഇതിൻ്റെ ബ്രൈറ്റ്നസ് കുറയും. ബ്രൈറ്റ്നസ്സിലെ ലൈറ്റിൻ്റെ എണ്ണം കുറയും. ഇപ്പോൾ 4 കാണിക്കുന്നത്. അതിൻ്റെ എണ്ണം കുറയും. ചാർജ് കുറയുന്ന അനുസരിച്ച് ഫുൾ ചാർജ് ആവുന്ന സമയത്ത് ഈ ഫുൾ ലൈറ്റ് കത്തി നിൽക്കുന്നതാണ്. പിന്നെ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ലൈറ്റും കൂടിയാണ്. നമുക്കിത് വച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൻ്റെ പുറകിൽ തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാനൽ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ മാത്രം നോക്കിയാൽ മതി. അല്ലാത്ത പക്ഷം ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എല്ലാം നോക്കിക്കോളും. നമ്മളൊന്നും അറിയണ്ട. നല്ല ബ്രൈറ്റ്നസ്സൊക്കെ ഉള്ള ഒരു ലൈറ്റും കൂടിയാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. കമ്പനി എന്ന് പറയുന്നത് ഹോം ഷോപ്പ് എന്നാണ് കമ്പനിയുടെയാണ്. ഏകദേശം 7 മാസത്തോളമായി ഞാൻ ഇത് ഉപയോഗിക്കുന്നു. യാതൊരുവിധ കംപ്ലൈൻറ്റോ മറ്റു കാര്യങ്ങളോ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. പിന്നെ അതിന് ശേഷം ഞാൻ ഇത് വാങ്ങിച്ചിട്ട് 7 മാസത്തോളമായെന്ന് പറഞ്ഞല്ലോ. ഇതുവരെയായിട്ട് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഇത് ഏകദേശം 600 LED ഉണ്ട്. ഇതിൽ 600 LED വെച്ചാണ് ഇതിൽ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ഓട്ടോമാറ്റിക് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിതൊരു സേഫ്റ്റി ലൈറ്റ് കൂടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതായത് നമുക്ക് എന്തെങ്കിലും മൂവിങ് ആവുന്ന സമയത്ത്, അതായത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗേറ്റിൻ്റെ അതായത് നമ്മുടെ മുറ്റത്തോ എന്തെങ്കിലും ഒരു വസ്തു എന്തെങ്കിലും അനക്കമുണ്ടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ലൈറ്റ് ഫുൾ ബ്രൈറ്റ്നസ്സിൽ കത്തുന്നതാണ്. ഇതിപ്പോൾ ഞാൻ പാനൽ വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ കറക്കി നമുക്ക് അതേപോലെ തിരിച്ച് നമുക്ക് പഴയ ഇരുന്ന പോലെ പൊസിഷനിൽ നമുക്ക് വയ്ക്കാവുന്നതാണ്. ഇത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു സെറ്റപ്പ് കൂടിയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത്രയും നല്ല ഹൈറ്റ് ഉണ്ട്. എന്നിട്ട് പോലും നല്ല സെൻസറൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പകലൊക്കെ കണ്ടില്ലേ, പകൽ നോക്കുമ്പോൾ കാണാൻ നല്ല ഹൈറ്റാണ് കാണിക്കുന്നത്.
രാത്രിയിൽ സെൻസർ ഞാൻ നേരത്തെ കാണിച്ച ലൈറ്റിൻ്റെ അത് കത്തുന്നതൊക്കെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഈ ലൈറ്റിനെ പറ്റിയുള്ളത്. ഇതിൽ കൂടെ റിമോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ റിമോട്ടൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സൊക്കെ മാറ്റുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ലൈറ്റിനെ പറ്റിയുള്ള അതുപോലെ ഇതിൻ്റെ പാനലിൻ്റെ വാട്ടേജ് എന്ന് പറയുന്നത് 20 വാട്ട് പാനലാണ് വരുന്നത്. 20 വാട്ട് 5 വോൾട്ടിൻ്റെ ഒരു പാനലാണ് വരുന്നത്. ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 15 AH-ൻ്റെ 3.2 ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് വരുന്നത്. നല്ല ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് പിന്നെ വാട്ടർ അനുസരിച്ച് ഇതിൻ്റെ വില വ്യത്യാസം വരുന്നുണ്ട്. 400, 600, പിന്നെ അതിൽ താഴെ വാട്ടറിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ട ലൈറ്റ് നമുക്ക് തന്നെ വാട്ടേജ് അനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കുന്നതാണ്. അതിനനുസരിച്ച് വിലയും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.